ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. തൃശൂരിൽ NDA സ്ഥാനാർത്ഥിയാകുമെന്ന ന്യൂസ് മലയാളം വാർത്ത സ്ഥിരീകരിച്ച് പത്മജ വേണുഗോപാൽ. മത്സരിക്കാൻ തീരുമാനിച്ചത് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരമെന്ന് പത്മജ പറഞ്ഞു. സുരേഷ് ഗോപി മുഴുവൻ സമയവും തെരഞ്ഞെടുപ്പിൽ കൂടെയുണ്ടാകും. വെള്ളിയാഴ്ച മുതൽ തൃശൂരിൽ ഉണ്ടാകുമെന്നും പത്മജ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ലെവിൻ കെ വിജയനും ഡൽഹിയിൽ നിന്ന് ശരത് ലാലും ചേരുകയാണ്. ആദ്യം ലെവിനിലേക്ക്. ലെവിൻ, എന്തായാലും തൃശൂരിൽ മത്സര ചിത്രത്തിന്റെ ഏകദേശം രൂപം തെളിയിക്കുകയാണ്. പത്മജ BJP സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് ഉണ്ടാകും. രതീഷ്, അല്പസമയങ്ങൾക്ക് മുൻപാണ് പത്മജ വേണുഗോപാലുമായി നമുക്ക് നേരിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഡൽഹിയിൽ നിന്നും ശരത് ലാൽ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനത്തിൽ വെച്ചുകൊണ്ട് വീണ്ടും മത്സര രംഗത്തേക്ക് എത്തുകയാണ് പത്മജ വേണുഗോപാൽ. ലീഡർ K കരുണാകരന്റെ മകൾ മുൻപ് തൃശൂരിൽ 2 വട്ടം സ്ഥാനാർത്ഥിയായിരുന്നു. ഒരു തവണ BJPക്കും ഒരു തവണ കോൺഗ്രസിനും വേണ്ടി സ്ഥാനാർത്ഥിയാവുകയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 വട്ടം പരാജയപ്പെടുകയും അതിനു മുൻപ് മുകുന്ദപുരം മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് ജനവിധി തേടുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ 4ാമത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് വേണ്ടി സജ്ജമായിരിക്കുന്നു പത്മജ വേണുഗോപാൽ എന്നുള്ളതാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച മുതൽ തൃശൂർ മണ്ഡലത്തിൽ സജീവമാകുമെന്നും പത്മജ നമ്മളോട് സംസാരിച്ചപ്പോൾ അറിയിച്ചു. മുൻപ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് താൻ തീരുമാനിച്ചത്. പക്ഷേ പാർട്ടിയുടെ ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇപ്പോൾ മത്സരത്തിന് സജ്ജമായിരിക്കുന്നത്. സുരേഷ് ഗോപി മുഴുവൻ സമയവും തെരഞ്ഞെടുപ്പിൽ തന്റെ കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം സ്വന്തം സഹോദരനെ പോലെയാണ്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടു കൂടിയാണ് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് എന്നുള്ളതാണ് പത്മജ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും തൃശൂരിൽ BJPയുടെ സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞിരിക്കുന്നു. ശക്തമായ ത്രികോണ മത്സരമായിരിക്കും മണ്ഡലത്തിൽ പ്രതീക്ഷിക്കുന്നത്. ഇതിനോടകം തന്നെ കോൺഗ്രസും CPIയും സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ വളരെ ശക്തമായ പോരാട്ടമായിരിക്കും മണ്ഡലത്തിൽ കാണാനാവുക. നേരത്തെ പല പേരുകളും ചേർന്നിരുന്നു. MT രമേശിന്റെയും പത്മജ വേണുഗോപാലിന്റെയും പേരുകൾ സജീവമായിരുന്നെങ്കിലും ഇരുവരും ആദ്യഘട്ടങ്ങളിൽ തന്നെ മത്സരരംഗത്ത് ഇല്ല തൃശൂരിൽ എന്നുള്ള കാര്യം നേതൃത്വത്തെ അറിയിച്ചു. പിന്നീട് BJP പൊതു സ്വതന്ത്രനെ, അതായത് ജനകീയനായിട്ടുള്ള ഒരു പൊതു സ്ഥാനാർത്ഥിയെ നിലനിർത്താനുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയും അതിനുവേണ്ടിയുള്ള ആളുകളെ അന്വേഷിക്കുകയും ചെയ്തെങ്കിലും അത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കൂടി കഴിയാത്ത സാഹചര്യത്തിലാണ് ഒടുവിൽ പത്മജയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും അവർ തന്നെ ഔദ്യോഗികമായി നമ്മുടെ വാർത്ത ശരിയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. തൃശൂരിൽ വെള്ളിയാഴ്ച മുതൽ നമ്മോടൊപ്പം ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ കൂടി ചേരുകയാണ്. ശരത്, എന്തായാലും ഡൽഹിയിൽ നിന്ന് അത് കേന്ദ്ര നേതൃത്വം തന്നെ ഇടപെട്ടാണ് പത്മജയുടെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. പത്മജ തന്നെ അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. രുചിച്ച് അത് തന്നെ കേന്ദ്ര നേതൃത്വമാണ് ഇക്കാര്യത്തിലൊരു തീരുമാനമെടുത്തത്. കാരണം പത്മജയ്ക്ക് മത്സരിക്കാൻ യാതൊരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. താൻ മത്സരരംഗത്ത് ഇല്ല എന്ന് നേരത്തെ തന്നെ അവർ സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും അറിയിച്ചതാണ്. എന്നാൽ കേന്ദ്ര നേതൃത്വം ഈ അവസരത്തിൽ, കാരണം കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഊന്നൽ നൽകുന്ന ഒരു സാഹചര്യത്തിൽ തൃശ്ശൂരിൽ വിജയസാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് അവരെ അവിടെ മത്സരിക്കാൻ നിർബന്ധിച്ചത്. അതിന് അവർ വെച്ച ആ കണ്ടീഷനാണ് ഇപ്പോൾ ലെവിൻ പറഞ്ഞ പോലെ തന്നെ സുരേഷ് ഗോപിയുടെ പൂർണ്ണ പിന്തുണ അത് ലഭിക്കുമെന്ന് അവർക്ക് സുരേഷ് ഗോപി ഉറപ്പ് കൊടുത്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവർ മത്സരിക്കും. അത്രയും ആ ഒരു അവസരമാണ് BJP ഉറ്റുനോക്കുന്നത്. കാരണം പത്മജ വേണുഗോപാലിന് വ്യക്തിപരമായി വളരെ കൂടുതൽ ബന്ധം തൃശ്ശൂർ മണ്ഡലത്തിലുണ്ട്. K കരുണാകരൻ ഉള്ളത് മുതലുള്ള ആ ബന്ധമാണ്. ആ ബന്ധം BJP വോട്ടിനോടൊപ്പം പത്മജയുടെ 10% ബന്ധം വോട്ടുകളോട് ലഭിച്ചാൽ വിജയത്തിലെത്തുമെന്നതിനാണ് BJP